ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ട്രാവൽ റാപ്പ്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കൊച്ചിൻ സിറ്റിയിൽ നിന്ന് ഏറ്റവും അടുത്ത് പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു വീക്കെൻഡൊക്കെ വരുമ്പോഴത്തേക്ക് വേഗം ചെന്നെത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ്. വേറെങ്ങോല നമ്മുടെ മലയാറ്റൂരിനടുത്ത്. അവിടെ ഇതേപോലെ ഒരു പുതിയൊരു റിസോർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം റാൻഡമായിട്ട് ഇവർ പോയപ്പോൾ കണ്ടിരുന്നു. പക്ഷേ അപ്പോൾ നമ്മളൊന്ന് ഓർത്തൊന്നും നമുക്കൊന്ന് പോയി നോക്കിയാലും, പക്ഷെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഒരു വൺ എമംഗ് ദ ബെസ്റ്റ് റിസോർട്ടാണ്. അതായത് ഒരു ഹോം സ്റ്റേയും ഉണ്ട്, റിസോർട്ടും ഉണ്ട്, ട്രീ ഹൗസ്, അങ്ങനെ കുറേ സംവിധാനങ്ങളുണ്ട്. അതും ഒറ്റ ഗാർഡനെ നടുക്ക്. ഇതല്ല ഫെൻസിങ്ങും കാര്യങ്ങളെല്ലാം ഉള്ള ഈ റിസോർട്ടിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബെസ്റ്റ് സ്റ്റേക്കേഷൻ നോക്കുന്നവർക്കുള്ള വീഡിയോ ആണ്. അപ്പോൾ ഡു വാച്ച് ദ വീഡിയോ. എടപ്പള്ളിയിൽ നിന്ന് കറക്റ്റ് നമുക്ക് നോക്കാം എത്ര ദൂരമാണെന്ന്. എന്താ സെർച്ച് കാണുന്നില്ല നിങ്ങളുടെ വീഡിയോ. ഇപ്പൊ ശരിക്കും പറഞ്ഞ സാറ്റർഡേ നല്ല പീക്ക് റഷ് ഉള്ള ടൈമാണ്. ആ ടൈമിലാണ് നോക്കുന്നത്. എത്രയാണ്? 1 മണിക്കൂർ 14 മിനിറ്റ് 40 കിലോമീറ്റർ. ഡിസ്കസ് ചെയ്ത് 1 മണിക്കൂർ 14 മിനിറ്റ് 40 കിലോമീറ്റർ. അപ്പോൾ ട്രാഫിക് ഇല്ലാത്ത ടൈമിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി 1 അവറിനുള്ളിൽ അവിടെ എത്തും. എടപ്പള്ളി ലുലുമോള് ആ ഒരു ഏരിയ നാട്ടാൻ പറ്റിയേക്കുന്നത്. നമ്മൾ വരുന്ന റൂട്ടിൽ മലയാറ്റൂർ റോഡ് കയറാതെ മഞ്ഞപ്പുറ റോഡ് ഉണ്ട്. അവിടെ പറയത്തുപടി എന്ന് പറഞ്ഞൊരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു കിടിലൻ ഫുഡ്, അതായത് ഇങ്ങനെ കറീസ് ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. അവിടെ പോയി നമ്മൾ ഫുഡൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്നത്. സ്നാക്സും എല്ലാ ഐറ്റംസും ഉണ്ട്, പ്രത്യേകിച്ച് പോർക്ക്. ഈ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോർക്ക് വെറൈറ്റീസ് കിട്ടുന്നത്, അതായത് അങ്ങനെ ഒരു സെറ്റപ്പുള്ള ഏരിയ ഉള്ള. അപ്പോൾ നമുക്ക് ആ കടയിലും കൂടി കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നവർ മലയാറ്റൂർ പ്ലാൻ ചെയ്യുമ്പോഴാലും ഇതൊന്ന് വൺസ് വിസിറ്റ് ചെയ്ത് നോക്കിട്ട. ഇന്ന് നമ്മളിങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും വേണ്ട അവിടെ ഒരു ചെറിയൊരു ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ കാണുന്ന ഷോപ്പ് കലവറ കിച്ചൺ, ലൈവ് കിച്ചൺ. ഇവിടെയാണ് ഇങ്ങനെയുള്ള കുറേ വെറൈറ്റി, കൂടുതലും ഈ പന്നി ഐറ്റംസ് ആണ് കൂടുതലുള്ളത്. എന്തേ സാധനങ്ങളുണ്ടാ? ടേക്ക് അവേ ആണ്. ഇതുണ്ടോ ഫ്രൈ, നമ്മുടെ ബിരിയാണി ഐറ്റംസ്, ചിക്കൻ, ബീഫ്, പോർക്ക് ഫ്രൈ, കപ്പ. ഇത് മീനാണ് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള സെറ്റപ്പുള്ള ഒരു കിടില ഷോപ്പാണ്. നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാറുണ്ട്. ഈ പ്രാവശ്യം ഈ വഴി തന്നെ കയറി. ഉപയോഗമില്ല പോർക്കിൻ്റെ നമ്മുടെ കോക്കനട്ട് സംഭവം വളരെ കുറവ് ക്വാണ്ടിറ്റിയുള്ള ഒറ്റ പോർഷനെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ സെറ്റാക്കി ഒന്ന് കാണിക്കുമല്ലോ. പിന്നെ പോർക്ക് ഫ്രൈ ഉണ്ട്, പിന്നെ ബീഫ് ഐറ്റംസ്. അപ്പം എന്തായാലും നമ്മൾ സെറ്റാക്കണല്ലേ? എന്ത് പറഞ്ഞു സാറേ? ഹണി റൈസ് ഉണ്ടോ? 1 കിലോ 120 രൂപയാണ്. അത്യാവശ്യം എനിക്കൊന്നൊരു 3-4 പേർക്ക് കഴിക്കാൻ പറ്റണം. നമ്മളെന്തായാലും പൊറോട്ടയും കൂടി മിക്സ് ചെയ്ത് എല്ലാ കറികളുടെയും ഓരോരോ പോർഷൻ വെച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഡ്രൈഡ്, അതായത് റോസ്റ്റഡ് ഓണിയൻസ് ഒക്കെ ഇട്ട് നല്ല വൈബാക്കി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ജനകീയ മത്സ്യകൃഷി ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ആ പറഞ്ഞ ഹോട്ടൽ. മലയാറ്റൂർ ഈ ഒരു ഏരിയ വന്നിട്ട് വളരെ കുറച്ച് മാത്രമേ നല്ല ഫുഡ് സ്പോട്ട്സ് കണ്ടിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാത്രി വന്നവരാണ് ഈ കലവറ കിച്ചണിലേക്ക് കയറിയത്. അവിടെ ഈ പോർക്ക് അങ്ങനെയുള്ള ഐറ്റംസ് അവിടെ ഉണ്ട്. പക്ഷെ അത് കൂടാതെ ടിക്ടോക്ക് എന്ന് പറഞ്ഞ ഷോപ്പ് ഇവിടെ നിന്നാണ് നമ്മൾ ബാക്കി കുറച്ച് പൊറോട്ടയും കള്ളപ്പം പിന്നെ ബീഫ് കായിട്ടത് അങ്ങനെ കുറേ ഒരു അങ്കമലി കൈൻഡ് ഫുഡ്, അതായത് അങ്ങനത്തെ ഡിഷസ് കിട്ടുന്ന ബെസ്റ്റ് ഏരിയ ഉണ്ട്. ഈ ഏരിയനെ പറഞ്ഞാൽ മാണിക്യമംഗലം എന്നാണ് പറഞ്ഞത്. അപ്പോൾ മലയാറ്റൂർ എന്നവരായാലും ഇതൊന്ന് സെറ്റ് ചെയ്തത് നല്ലൊരു കിടുക്ക് സ്പോട്ട് തന്നെ കേട്ടോ. ഇവിടെ സ്റ്റേ വെക്കണ കൂട്ടത്തിൽ നമുക്ക് 2 പരിപാടി പ്ലാൻ ചെയ്യാം. ഒന്ന് നമുക്ക് രാവിലെ ഇറങ്ങുകയാണെങ്കിൽ കോടനാട് വരാം. പിന്നെ രണ്ടാമത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇപ്പം മലയാറ്റൂർ സീസൺ ആയത് കാരണം മലയാറ്റൂർ വരാം. പിന്നെ ഇവിടെ താഴെയിൽ ആ പെരിയാർ നദിയൊക്കെ ഇല്ലേ, അവിടെയൊക്കെ കുളിച്ച് നേരെ നമുക്ക് റിസോർട്ടിൽ പോവാം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അടുത്ത വാൾപ്പാറ ഷോളയാർ അങ്ങനെയുള്ള പ്ലാൻ. നമ്മളിപ്പോൾ ഓപ്പ് ചെയ്യാൻ പോണത് വാൾപ്പാറ ഷോളയാർ ആ ഒരു റൂട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇതേ മലയാറ്റൂരിൻ്റെ അടിവാരപ്പള്ളി. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററിൽ താഴെയുള്ളൂ ഈ പറഞ്ഞ റിസോർട്ടിലേക്ക്. അപ്പോൾ ഈ ഒരു രീതിയിലും നമുക്ക് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റും. തൊട്ടടുത്ത് തന്നെയല്ലേ, നമുക്ക് എല്ലാ സ്ഥലവും കവർ ചെയ്ത് സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് ശരിക്കും പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാണെങ്കിൽ മഹാഗണിത്തോട്ടം ആ ഒരു ഏരിയ അങ്ങടേക്കാണ്. അതൊരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. പിന്നെ സേഫ് ആയിട്ട് വിളിക്കാൻ പറ്റിയ നല്ല സ്പോട്ട് തന്നെയാണ് ഈ പറഞ്ഞ മഹാഗണിത്തോട്ടം.
ബീച്ചിന്റെ അവിടെ നിന്ന്, അതായത് ഈ മലയാറ്റൂർ മലയുടെ അവിടെ നിന്ന് നമുക്ക് ഏകദേശം എത്ര വരെ ദൂരം ഉണ്ടെന്ന് നോക്കാം. ഒന്ന് നമുക്കൊന്ന് 0 ആക്കിയിട്ട് ഇവിടെ നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം അവിടെ വരെ എന്തോരം ദൂരം ഉണ്ടെന്നുള്ളത്. കാണാണ് മലയാറ്റൂർ മല കേട്ടാ. അതന്നെടാ ആകെ റൈറ്റിൽ കാണാൻ തന്നെയാണല്ല, സെയിം തന്നെ, ഒറ്റ മലയുള്ള അവിടെ. അങ്ങനെ നമ്മളിത് അടുത്ത മെയിൻ ജംഗ്ഷൻ ഉണ്ട്. ഇത് ഇവിടെ നിന്ന് ലെഫ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ബാക്ക് ടു ആ റോഡ്, നമ്മുടെ വന്ന റോഡിലേക്ക് തന്നെ കയറാൻ പറ്റും. ഈ റൈറ്റ് ഈ ജംഗ്ഷനാണ് നമ്മുടെ മറ്റേ കണ്ണൂർ സ്കോഡ് ഫിലിം തുടങ്ങൂലേ, തുടങ്ങുമ്പോഴത്തേക്ക് മമ്മൂട്ടീനെയൊക്കെ കാണിക്കൂലേ ഇറങ്ങി വേണ്ട സീനൊക്കെ, അതെല്ലാം ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. കണ്ടോ ആ ഒരു ഏരിയയിൽ കാണുന്നത്. ഇവിടെ നിന്ന് റൈറ്റാണ് നമ്മളുടെ റിസോർട്ടും. ഈ വഴി തന്നെ നമുക്ക് നേരെ നമ്മുടെ സിൽവർ സ്റ്റോമിൻ്റെ ആ ബ്രിഡ്ജിൻ്റെ അവിടെ പോയി കയറാനും പറ്റും. ഇവിടെ ബോർഡൊക്കെ ഉണ്ടല്ലോ, അതെ കരിഞ്ചൻസ് റിസോർട്ട്. ഇത് ഈ സെയിം റോഡിൽ തന്നെയാണ് ഈ ആനയൊക്കെ ഇടയ്ക്ക് ഇറങ്ങുന്നത്. പക്ഷെ ഇവിടെ അത്ര ശല്യമില്ല, ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ. കാരണം ഇവിടെ ഇപ്പം നമ്മൾ രാത്രി, ഇപ്പം നമ്മൾ വൈകിട്ടെത്തി, പക്ഷെ രാത്രി എത്തിയാലും ഒരു കുഴപ്പമില്ല. കാര്യം ഈ ഏരിയ സേഫാണ്. ഇത്തിരി മ്ലാവ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാതെ ആനയും കാര്യങ്ങളൊന്നും അധികം ഇവിടെ സ്പോട്ട് ചെയ്തിട്ടില്ല. ഇല്ലെന്നല്ല, ഉണ്ടാകും. പക്ഷേ എപ്പോഴും മാക്സിമം ഈ ഒരു ഈവനിങ് വിളിച്ച് തന്നെ എത്താൻ നോക്കുക. ഇരുട്ടായിട്ട് എപ്പോഴും ഇതിലെ കൂടി സഞ്ചരിക്കാതിരിക്കണം തന്നെയാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഒരു മനുഷ്യരില്ല രാത്രിയായിട്ട്, മീൻസ് വൈകിട്ട് 5 മണിയായിട്ട്. ഏകദേശം നല്ലൊരു കാടിൻ്റെ അകത്തേക്ക് തന്നെ എത്തിയിട്ടാണ്. ഏരിയയിലെ ഒരു 2-3 അമ്പലങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് എൻ്റെ അറിവിൽ ഈ ഒരു റിസോർട്ട് മാത്രമേ ഈ ഒരു ഏരിയയിലുള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല ഈ ഒരു ഭാഗത്ത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റിൽ കയറാം, പിന്നെ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ ഇല്ല. പിന്നെ അറ്റം എത്തുമ്പോഴത്തേക്ക് ഒരു ചായക്കട മാത്രമേ ഉള്ളൂ. 2 അമ്പലം, ഒരു അമ്പലം ഇപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു അടുത്ത അമ്പലം. എനിക്ക് ഒരു പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ പിന്നെ മേളിൽ ഉത്സവം നടക്കണമായിരുന്നു. ഫസ്റ്റ് ഒരു ഏരിയ അല്ല, ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് അവിടെ. അങ്ങനെ കാഴ്ച നമ്മൾ എത്തിയിരിക്കുന്നതാണ്. നമ്മൾ കിലോമീറ്റർ നോക്കിയില്ല, അതെന്തായാലും ഇപ്പോൾ നോക്കാം. ഈ സ്ഥലത്തിൻ്റെ പേര് പാണ്ഡൂപ്പാറ എന്നുണ്ട. പാണ്ഡൂപ്പാറ കിലോമീറ്റർ 7.5 കിലോമീറ്റർ മലയാറ്റൂരിൻ്റെ അവിടെ നിന്ന്. പാണ്ഡൂപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് ഇവിടെ ഒരു ബായിയുടെ നമ്പർ വന്നിട്ടുണ്ട്. ആന്റണി എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ ഓണർ. പുള്ളിനായിട്ടാണ് നമ്മൾ കോർഡിനേഷൻ എല്ലാം ചെയ്തത്. കണ്ടാ, ഇതാണ് നമ്മളുടെ റിസോർട്ടിൻ്റെ ആ ഉൾഭാഗം. കറക്റ്റ് പറഞ്ഞെങ്കിൽ ഒരു ട്രീ ഹൗസ് ഉണ്ട്, പിന്നെ അങ്ങാടേക്ക് കോട്ടേജസ് ആണ്. നമ്മളെന്തായാലും ഈ ട്രീ ഹൗസാണ് ഓപ്റ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നോക്കിയാൽ എനിക്ക് നല്ല വിസിബിലിറ്റിയാണ്. ഇതിനകത്ത് അവർ കഴിഞ്ഞ ദിവസം വന്നപ്പോഴേ പറഞ്ഞത് ഇതിലെ കൂടി ഇങ്ങനെ ആന ക്രോസിംഗ് ഉണ്ടെന്ന്, ഈ വഴി കൂടി ഇങ്ങനെ അങ്ങോട്ട് ക്രോസിംഗ് ഉണ്ടെന്ന്. രണ്ടാമത് കാരണം ഇവിടെ മൊത്തം ഇലക്ട്രിക് ഫെൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെയുള്ള ഈ ട്രീ ഹൗസാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തേക്കുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള വ്യൂ അത്യാവശ്യം ബാക്കി എല്ലാ റിസോർട്സിനേക്കാളും, അതായത് കോട്ടേജിനേക്കാളും വ്യൂ ഏറ്റവും കൂടുതൽ ട്രീ ഹൗസാണ്. ഓബിയസ്ലി അത് മേളിലിരിക്കണോണ്ടാണ്. ഈ ട്രീ ഹൗസിൽ നിന്ന് നമുക്ക് ആനകളെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ നമുക്ക് റൂം ടൂർ ചെയ്യാതില്ല. നമ്മൾ കയറി ഈ റൂം മൊത്തത്തിൽ നശിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ റൂം ടൂർ അങ്ങനെ നടത്താം. അത്യാവശ്യം ഒരു ട്രീ ഹൗസ് നല്ല ഭംഗിയാണ്, അതായത് ഭയങ്കര വലുതല്ല, പക്ഷേ ഇറ്റ്സ് ഗുഡ്. ഒരു 3 പേർക്കൊക്കെ നല്ല കിടിലോട്ട് എടുക്കാൻ പറ്റും. നമ്മൾ പിന്നെ എക്സ്ട്രാ ബെഡ് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എക്സ്ട്രാ ബെഡിൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കിടക്കാം. 4 പേരല്ലേ ഉള്ളൂ. ഇതൊരു റൂം. ആ റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് തുറന്നു കഴിഞ്ഞാലും ആ പറഞ്ഞ കാടാണ്. പിന്നെ എല്ലാം വുഡ് ഫിനിഷിൽ കണ്ടാൽ നല്ല ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. AC ഉള്ളത്. പിന്നെ ഇത് ബാത്റൂമിനകത്ത് ടബും കാര്യങ്ങളും നല്ല ക്ലീൻ നീറ്റ്. അതായത് എനിക്ക് തോന്നുന്നു പുതിയ റിസോർട്ടും കൂടി ആയിരുന്നു, അതിൻ്റെ ആ ഒരു ക്ലെൻലിനെസ് ബാത്റൂമിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഡൈൻ ചെയ്യാൻ പറ്റിയൊരു സെറ്റപ്പ്. നമ്മൾ വന്ന് ബാഗെല്ലാം വെച്ച് കുറച്ച് മെസ്സിയാക്കി. പിന്നെ അവിടുത്തെ പിന്നത്തേക്ക് പിന്നെ വെക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു ചെറിയ കിച്ചൺ. നമ്മളെന്തായാലും കുക്കൊന്നും ചെയ്യുന്നില്ല. കിച്ചൺ, പിന്നെ അത് ഫ്രിഡ്ജും കാര്യങ്ങളും. പിന്നെ അത് കൂടാതെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഫുള്ള് റിസോർട്ട് ഇങ്ങനെ ഭംഗിയായിട്ട് കാണാം. ആ പുള്ളി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടത് ഈ ഏരിയ കൂടെയൊക്കെ ഇങ്ങനെ ആന പോകുന്നതാണ് പറഞ്ഞത്. നമുക്ക് കണ്ട് അറിയാം ആന വരുമോ ഇല്ലേ എന്നുള്ള കാര്യം. പിന്നെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെക്ക് പോസ്റ്റായി. പിന്നെ ഈ പ്രോപ്പർട്ടിയുടെ വേറെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അത്യാവശ്യം ഒരു ബർത്ത്ഡേ പാർട്ടി, ഒരു ചെറിയ എൻഗേജ്മെൻറ്റ് അങ്ങനെ എല്ലാം ചെയ്യാം. കാര്യം നല്ല ലോൺ ഏരിയ ഉണ്ട്, ഒരു സ്റ്റേജ് ഏരിയ ഉണ്ട്, പൂളെല്ലാം ആ സൈഡിലാണ്. പിന്നെ ഇതുണ്ട്, അവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട്. ആ ലൈറ്റാണ് ഒരു ട്രീ ഹൗസാണ്. വണ്ടി ഇവിടെ നിന്ന് അവിടെ പാർക്ക് ചെയ്ത് ശരിക്കും പറഞ്ഞെങ്കിൽ ഇതൊട്ടും ചെയ്യാൻ പാടില്ല ഇവിടെ വന്നിട്ട്. പക്ഷെ എന്നാലും നമുക്കൊരു ആകാംക്ഷ രാത്രി ആകുമ്പോഴത്തേക്ക് ഒന്ന് പയ്യെ ഒന്ന് മലയാറ്റൂർ വരെ പോകാമെന്നുള്ളൊരു പ്ലാൻ. അങ്ങനെ ഇറങ്ങിയതുണ്ടാ ഏരിയ. ഒന്ന് ഹെഡ് ലൈറ്റ് ഓഫ് ചെയ്തോ, കൂരായിട്ട് ഓഫ് ചെയ്. അടിപൊളി. നമ്മുടെ മലയാറ്റൂരിൽ നിന്ന് 3 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ മ്ലാവ് വെക്കണുണ്ട്. ഓടിക്കള
നമ്മുടെ നൈറ്റ് റൈഡ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാക്ക് ടു നമ്മുടെ കരിഞ്ഞൻ റിസോർട്ട് എത്തിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെയും ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏരിയ കൂടെയൊക്കെ ആന വരും എന്നാണ് പറഞ്ഞത്. രാജ്യത്തിന് ഇപ്പോൾ ഒന്നുമില്ല, ഓടിച്ചാടി ഉള്ളിൽ കയറണം. എന്നാലും ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മുടെ റിസോർട്ട്, അതായത് ഈ പ്രോപ്പർട്ടി മൊത്തത്തിൽ ചുറ്റിക്കറങ്ങിയുള്ള വീഡിയോയുടെ കളർ സെറ്റപ്പ് ഇല്ലായിരുന്നു. കാര്യം വന്ന വീട് തന്നെ ബോയ്സുള്ള പരിപാടികളിലേക്ക് കിടന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് മൊത്തത്തിൽ ഈ അതായത് ഈ റിസോർട്ടിന്റെ ഏരിയ ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങുന്നുണ്ട്. അവിടെയാണ് ഏർമാടോ കാര്യങ്ങളെല്ലാം ഉള്ളത്. അതുപോലെ എനിക്ക് തോന്നുന്നു ഒരു ഏക്കറിൽ മേളിൽ സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ഒരു ഹോട്ടലുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഫുഡ് പ്രയർ ബുക്ക് ചെയ്യണം ഫുഡ് എടുക്കുമ്പോഴത്തേക്കും. അതായത് എന്നാൽ മാത്രമേ ഇവിടെ അറേഞ്ച് ചെയ്യുള്ളൂ. അതായത് ഇവിടെ റെഗുലറായിട്ടൊരു മെസ്സോ ക്യാൻറ്റീൻ അങ്ങനെ സംഭവങ്ങളില്ല. അവിടെ ഒരു ചെറിയ കോഫി ഷോപ്പ് ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് കിടക്കാം, നമുക്ക് ഈ വഴി കിടക്കാം. യെസ്, എന്നാൽ പിന്നെ ഈ വഴി തന്നെ പിടിക്കാം. പിന്നെ ഫസ്റ്റ് തന്നെ ഏർമാടത്തിലേക്ക് പോകാം. അടിപൊളി. പിന്നെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം. താഴേക്കല്ലേ, കയറി കമോൺ ബോയ്സ്. ഓരോരുത്തർ കയറിയാൽ മതിയാവും. നമ്മുടെ പുതിയ പഠനമുണ്ട്, എബ്രഹാം. ഓ, ഇതൊരു വേറൊരു വൈബ്. ഒറിജിനൽ മുള തന്നെ ഉണ്ട്. ഫുഡ് അടിയും സാധാ വെള്ളം കുടി. അപ്പൊ ഫാനൊക്കെ ഇട്ടുണ്ടല്ലേ. ശരിക്കും പറഞ്ഞെങ്കിൽ ഒരാൾക്ക് ഇവിടെ സെറ്റ് ആക്കി ഉറങ്ങുകയും ചെയ്യട്ടെ. ഒന്നും നോക്കണ്ട. അടിപൊളി. ശരിക്കും പറഞ്ഞെങ്കിലേ ആ ഏരിയ എന്തിനുള്ളത് മനസ്സിലായി? ക്യാമ്പ് ഫയറിന്റെ ഏരിയ, അടക്കയൊക്കെ ഇട്ടേക്കാൻ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, ചെറിയ പാർക്ക് സെറ്റപ്പ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ റിസോർട്ടിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗ്യാങ് ആയിട്ട്, അതായത് ഒരു ഫാമിലി, ഒരു 10-20 പേരായിട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഫാമിലി ഫംഗ്ഷൻസ് നടത്താം. അതുപോലെ തന്നെ ഉണ്ട് ഹാങ് ഔട്ട് സ്പേസസ് കുറേ ഉണ്ട്. പിന്നെ മരത്തിന്റെ അടിയിലൊക്കെ അറേഞ്ച് ചെയ്ത് അടിപൊളിയായിട്ട് ഇത് കൊള്ളട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇത് കാടിന്റെ ഇടയ്ക്കായത് കാരണം ഭാഗ്യമുണ്ടെങ്കിൽ വി ക്യാൻ സ്പോട്ട് എലിഫൻസ്. പക്ഷെ ഞങ്ങളൊന്നും കണ്ടില്ലെന്നുള്ള സത്യാവസ്ഥ. ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം. അതെ, നോക്കിയിറങ്ങേ. അജ്മൽ ഖാൻ ബോസിങ്ങിലാണ്. ഇത് കഴിയുമ്പോൾ അജ്മൽ ഖാന്റെ എഡിറ്റഡ് ഫോട്ടോ നമ്മൾ ഇതിന്റെ പുറകെ എടുത്തതാണ്. പിന്നെ പൊന്നു, അത് വെറുതെ ലുക്കായി പോലെ കാണിച്ചത് ഫോട്ടോ കാണിച്ച്. അതുകൊള്ളാട്ടോ, അത് പൊളി സാധനം. എന്റെ കല്യാണത്തിന് ഫ്ലെക്സ് അടിക്കാൻ പറ്റിയ സാധനം. ഹലോ ബായ്, ഹാത്ത് ഊപ്പർ. പാവത്താനട്ടോ, ഇന്നലെ കണ്ടെങ്കിലെന്നുള്ളതാണ് സത്യാവസ്ഥ. കാണിച്ചില്ലല്ലോ നീയാണ്. അതുപോലെ ഇതൊരു പഴയ വീടാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ആ വീട് റിനോവേറ്റ് ചെയ്ത് ഒരു റൂം സെറ്റപ്പ്, അതായത് കോട്ടേജ് സെറ്റപ്പിൽ റെഡിയാക്കിയിരിക്കുന്നത്. അതിന്റെ മേളിൽ താഴേല് നോൺ എ സി ആണ്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും അത്ര ഭയങ്കര തണുപ്പില്ലാത്ത കാരണം നോൺ എ സി നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഈ പറഞ്ഞ നോൺ എ സി. TV ഒക്കെ ഇരിക്കുന്നുണ്ട്. അത് മാത്രമായിട്ട് റൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ അവരോട് എഴുതിയിട്ടുണ്ടായിരുന്നൊക്കെ. ഇത് അതേപോലെ ഒരു വീട് സെറ്റപ്പ്. ഇത് ഇത്തിരിയും കൂടി ആ താഴേലാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ട്രീ ഹൗസിൽ തന്നെ കയറും. ഇത് അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. 2 കോട്ടേജാണല്ലേ ഉള്ളത്. ശരിക്കും നമ്മൾ ഇതാണ് ബുക്ക് ചെയ്ത് വന്നത് കേട്ടോ. നമ്മൾ ഇതിലേക്ക് പക്ഷേ കയറി നമുക്ക് ഈ ഒരു വ്യൂ പോരാ. നമുക്ക് ട്രീ ഹൗസ് തന്നെ നല്ല വ്യൂ ആയിട്ട്. ഇത് നോർമൽ ഒരു അതായത് ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം വിത്ത് ഒരു വാഷ്റൂം, പിന്നെ ഒരു ചെറിയ ബാൽക്കണി. അവിടെയാണ് നമ്മുടെ പൂള് ആക്സസ്. ശരിക്കും പറഞ്ഞെങ്കിൽ ഈ റൂംസ് എടുക്കും വേണ്ട. ഇതാണ്ട ജാതിക്ക, അതിന്റെ താഴെ ചെറിയൊരു ഹാങ് ഔട്ട് സെറ്റപ്പ്, അങ്ങനെ കുറെ ഏരിയ ഉണ്ട്. ഇങ്ങനെ ചില്ല് ചെയ്യാൻ പറ്റിയ ഏരിയ വളരെ കൂടുതലാണ്. ഹലോ ഫ്രീക്കർ, അതാണ് ഇതാണ് ഏറ്റവും പൂൾ ആക്സസ് ഏറ്റവും നല്ല. നമ്മൾ ഇന്നലെ അവിടെ മേളിലാണെങ്കിൽ നമ്മൾ പൂൾ ആക്സസ് ചെയ്യും. കുറെ ചെടിയൊക്കെ ഉണ്ട്, ജാമ്പൊക്കെ ഉണ്ട്. അതെ, ജാമ്പൊക്കെ ഇന്നലെ അവിടെ കഴിച്ചല്ലോ. എല്ലാം കഴിച്ചു. ആ ഒരു ഒരു കിലോ ടോയ്ലറ്റ് കാണിക്കേണ്ട ആവശ്യമില്ല. ടബൊക്കെയുള്ള അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ്. ഇവിടെ താഴെയിലും അതേപോലെ തന്നെ ഉണ്ട്. പക്ഷെ ഇത് നോൺ എ സി ആണ്. താഴത്തെ അതേപോലെ ഒരു 3 റൂം താഴെയിലുണ്ട്. മേളിലാ നിങ്ങൾ കണ്ട സംഭവം. പിന്നെ ഇവിടെ നേരെയാണ് അടിപൊളിയാണ്. പൂള് കാണുമ്പോൾ ചെറിയ പൂളായിട്ട് തോന്നിക്കും, പക്ഷെ ഇറ്റ്സ് ആക്ച്വലി നല്ല വലിയ പൂള്. മറ്റേ താഴെയിൽ നമ്മൾ നേരത്തെ മോളിൽ നിന്ന് കണ്ട കോട്ടേജ് അതിന്റെ താഴ്ഭാഗമാണ്. ഇവിടെ ഇതേപോലെ നോൺ എ സി റൂംസ് ആണ്.
ഫ്രണ്ടിൽ ഇതേപോലെ വണ്ടി ഇവിടം വരെ എത്തുന്നു. കറക്റ്റ് വണ്ടി പുള്ളിക്കുടി കയറ്റി ഇവിടെ കൊണ്ടുവരാം. ഇവിടെ ക്യാമ്പ് ഫയറും ബാർബിക്യൂ പാർട്ടിയും എല്ലാ സംഭവം ചെയ്യാൻ പറ്റിയ വിത്ത് സബർ ജെല്ലി ആൻഡ് ഇതെന്താണ് ജാതിക്ക ചിക്കുവാണത് അടുത്ത സ്ഥലടാ പുള്ളി ഇനിയിപ്പോൾ അതിൻ്റെ എല്ലാത്തിനും പൈസ വാങ്ങോട്ടെ. ഇന്നലെ ഒരു 1.5 കിലോ ക്യാച്ച്. 1.5 കിലോത്തിൻ്റെ പൈസ കൊടുക്കേണ്ടി വരുന്നു. ഇന്നലെ നമ്മൾ കിടന്ന തകർത്ത പൂള്. ഇവിടെ ശരിക്കും ഒരു വാട്ടർഫോൾ ഉണ്ടാകും. എനിക്ക് തോന്നുന്നു മെയിൻ സ്വിച്ച് ഓഫാണ്. അതിൻ്റെ കാണുന്ന പോലെ അല്ല. ഏകദേശം എന്തോരം ആഴം ഉണ്ടായിരുന്ന 5.2 5 ഫീറ്റ് ഉണ്ടോ? നിന്റെ എത്ര ഉണ്ടായിരുന്ന? അതൊരെണ്ണം കഴിക്കണ സീനാണ് ഷൂട്ട് ചെയ്യേണ്ടത്. ഒരു എക്സ്പ്രഷൻ എനിക്ക് ആ എക്സ്പ്രഷൻ എനിക്ക് അത്രയും പറ്റില്ല. എനിക്ക് ഇത്രയും വലുത് വേണ്ട, ചെറുതെടുത്താലേ നല്ല പുളി ഉണ്ടാവും. നമസ്കാരം, ആനണി ചേട്ടൻ. അടിപൊളി ഇവിടെ പ്രോപ്പർട്ടിയുടെ ഓണറാണ്. യെസ്, ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് അടിച്ചു വിളിച്ച്. ചേട്ടാ ഇത് നിങ്ങളുടെ തന്നെ വീടായിരുന്നു ഇത് താഴത്തത്? താമസിച്ചിരുന്നു ചേച്ചി നിങ്ങളിവിടെ? ഓ, ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു കല്യാണം പോലത്തെ പരിപാടിയൊക്കെ നടത്താനുള്ള ഫംഗ്ഷൻ നടത്താറുണ്ടല്ലേ? അടിപൊളി. ഓ, ATV എങ്ങനെയാ റൈഡിന്റെ? ATV റൈഡ് നമ്മളൊരു 10 മിനിറ്റ് ഓടിക്കുന്നതിന് ഒരു 200 രൂപ 200 ചാർജ് അല്ലേ? ആ, ഇതിന് നിങ്ങൾക്ക് ഓൾറെഡി ട്രാക്ക് ഉണ്ടല്ലോ ഇങ്ങനെ കറങ്ങി പോകാനുള്ള. ഇതിനകത്തല്ലേ കോമഡി തന്നെ. പിന്നെ ഏട്ടാ ആനയുടെ കാര്യം എങ്ങനെയാണ് ഇവിടെ? ആനയുണ്ട്. ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മള് ഫെൻസിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതുവരെ ശല്യമൊന്നും ഉണ്ടായിട്ടില്ല, കയറിയിട്ടില്ല. ഇടയ്ക്ക് ആന വരുന്നുണ്ട്, കുറച്ചുകൂടെ വരും. ആ ഹിന്ദിക്കാരൻ പറഞ്ഞിട്ടാ അവിടെ കഴിഞ്ഞ ദിവസം അതിലെ കൂടി ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയി. ശല്യമൊന്നുമില്ല, ദൂരമില്ല. ഇത് കണ്ട ചെറിയൊരു ജിം സെറ്റപ്പും ഉണ്ട്. പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിഷ് എടുത്ത് നമുക്ക് തന്നെ ഗ്രില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഇവർ ഗ്രില്ല് ചെയ്തിട്ട് പാർട്ടി സ്പീക്കറൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പ്രോപ്പർട്ടി തന്നെയുള്ള അല്ലെങ്കിൽ ഇത് തന്നെയുള്ള അല്ലേ? അവിടെയും ഒരു റൂം ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യാം കേട്ടോ മൊത്തത്തിൽ പ്രോപ്പർട്ടിയിൽ? സുഖമായിട്ട് വെക്കാം 50 പേർക്ക്. ഇതെല്ലാം കൂടി 50 പേർക്ക് വെക്കാം. ഇറങ്ങിയ ഒരു സ്റ്റേജ് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ അടിയിൽ ഒരു പോണ്ട് ഉണ്ട്. നേരത്തെ പുള്ളി പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് കുറേ ഫിഷസും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്യാം. പിന്നെ ഒരു ഇപ്പോൾ എൻഗേജിങ് പ്രോഗ്രാം അല്ലെങ്കിൽ ബർത്ത്ഡേ പ്രോഗ്രാം ആണെങ്കിൽ ഒരു സ്റ്റേജ്, ഒരു വെന്യൂ, ആ ഒരു രീതിയിൽ ഇവിടെ നമുക്ക് പ്രോഗ്രാം നടത്താം. ഏകദേശം ഒരു 350-400 പേര് സുഖമായിട്ട് അക്കോമഡേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയൊരു പ്രോപ്പർട്ടി കൂടിയാണ് ജനറൽ. അത് കാടിൻ്റെ നടുക്ക് എത്തിയിരിക്കുന്നതാണ്. ചോട്ടു മീൻ തീറ്റ സോറി. ഓ, അവിടെ സാധനം വന്നിട്ടാ. വലുതൊക്കെ ഉണ്ട്, നല്ല വലുതുണ്ട്. ഓ, വലുതൊക്കെ അടിക്കിറങ്ങണ കേട്ടോ. ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റിയ കാര്യം ഇത്തിരിയും കൂടി റിസോർട്ട്സ് ആഡ് ചെയ്യണമല്ലേ? കാരണം കുറെ പ്രോപ്പർട്ടി ആ ഏരിയ ഒക്കെ കണ്ട കുറെ ഇങ്ങനെ ഫ്രീ ആയി കിടക്കണം. അല്ല, പക്ഷെ ഇത് ആള് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും പ്രോപ്പർട്ടി വരാണ്ട്. പിന്നെ ഈ റോഡിന്റെ അപ്പുറം ഒരു പ്രോപ്പർട്ടി ഉണ്ട് അവർക്ക് 4. ഓ, അതായത് ഇത് നമ്മൾ നേരത്തെ 1.5 ഏക്കറിനാ പറഞ്ഞു. 1.5 ഏക്കർ 3 ഏക്കറിന്റെ പ്രോപ്പർട്ടി. പിന്നെ ഇവിടെ ഒരു വലിയൊരു പൂള് വരാണ്ട്, കുറച്ചും കൂടെ കോട്ടേജസ് വരാണ്ട്. പൂൾ ശരിക്കും പറഞ്ഞാൽ ആ പൂള് നല്ല പൂളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടല്ല. വലിയ പൂള് വരാണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെയൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു പൂളാണ് ആ ഒരു സൈസ്. ചെറുത് അത് വളർത്തും നല്ല അടിപൊളിയായിട്ട് എൻജോയ് സാധനങ്ങളല്ല. പയ്യൻ എന്നാലും ഇതേപോലെ ഞാൻ രാത്രി വന്ന് കിടന്നതാണ്. പേടിച്ചു പോയി നൈസായിട്ട്. അവിടെ കൂടെ എന്തോ ഒരു സാധനം ഓടിപ്പോണ പോലെ വന്നു. പൂച്ച എന്താണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ കാടിന്റെ നടുക്ക് വന്ന് സ്റ്റേ അടിക്കണ ഒരു പേടി ഉണ്ടാവുമല്ലോ. സാധനം പറയാൻ പറ്റുന്ന സാധനം ഉണ്ടാവും ഇവിടെ. ഉറപ്പുള്ള കാര്യമല്ല പുലിയൊക്കെ. നമുക്ക് ഇവിടെയും റൂംസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? 3-4 റൂംസ് ഉണ്ട് ആ ഹോട്ടലിന്റെ താഴെയായിട്ടുള്ള ഏരിയ. അവിടെ തന്നെ ഒരു ഹോട്ടലും കാര്യങ്ങളും ഉണ്ട്. അതിപ്പോ ഓപ്പണിംഗ് ആണോ? അത് ഓപ്പൺ ആണോ? അത് ഇന്നലെ ഓപ്പൺ അല്ലേ? പുള്ളി പറഞ്ഞെന്താന്ന് മനസ്സിലായി, അവിടെ പ്രോഗ്രാം വെക്കാതെ അവിടെ പാർക്കിംഗ് ആക്കിയിട്ട് ഇവിടെ ഒരു വെന്യൂ സെറ്റ് ചെയ്തു. ഇവിടെ സ്റ്റേജ് സെറ്റ് ചെയ്തതിന് നല്ലൊരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു 350 പേർക്ക് ആൾക്കാർക്ക് പറ്റുന്ന 350 മേളിൽ പറ്റും. അതുപോലെ എത്ര പുള്ളി? 50,000 ഫുൾ വെന്യൂ ഇത്ര പേർക്ക് സ്റ്റേയും എല്ലാം കൂടെ. ലാഭമാണ്. നമ്മളവിടെ ഒരു സാധാ ഹോൾ എടുക്കണമെങ്കിൽ കൊടുക്കണം, റേറ്റ് കൊടുക്കും. പിന്നെ പ്രൈവസി ആയാലും അത്യാവശ്യം നല്ല പ്രൈവസിയാണ്. നല്ല പ്രൈസ്. അപ്പുറത്ത് ഫുള്ള് കാടാണ്. ഇപ്പൊ ആ ഏരിയ മേലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഫുള്ള് കാടാണ്. നിങ്ങൾ ബാക്ക് സൈഡും കാട്, ഒരു സൈഡിൽ റോഡുണ്ട്, ഒരു സൈഡ് മാത്രം റോഡ്. നടക്കി കൂടെ റോഡ് പോയേക്കാം.
അപ്പോൾ ഓക്കെ ഏട്ടാ, താങ്ക് യു. അടുത്ത തവണ കാണാൻ എന്തായാലും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ റിസോർട്ടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടി പറഞ്ഞാണ്, ഇതേപോലത്തെ ഒരു കിടിലൻ സ്റ്റേ, എറണാകുളത്ത് വരാൻ പറ്റിയ കിടിലം അടുത്തായിട്ടുള്ളൊരു സ്ഥലം. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഡു കം എക്സ്പ്ലോർ ദിസ് പ്ലേസ്.